സിക്കിം തുരങ്ക അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹൻ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 43-കാരനായ അനീഷ് NHPC ഉദ്യോഗസ്ഥനാണ്. അപകട വിവരമറിഞ്ഞ് കുടുംബാംഗങ്ങൾ സിക്കിമിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേർന്നു. മിഥുൻ, സിക്കിമിലുണ്ടായ തുരങ്ക അപകടം, അവിടെ കോട്ടയം സ്വദേശി അനീഷ് മോഹൻ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ അനീഷ് മോഹൻ മരിച്ചതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അനീഷ് ഉൾപ്പെടെ 7 പേരെയാണ് കാണാതായത്. അതിൽ അനീഷിന്റെ മൃതദേഹം കിട്ടി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായി ഈ നാഷണൽ ഹൈഡ്രോ പവർ ഇലക്ട്രിക്കൽ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലഭിച്ചത്. അനീഷ് തിങ്കളാഴ്ച മുതൽ അനീഷ് ഉൾപ്പെടെയുള്ള നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഈ തുരങ്കപാതയിൽ നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 11 വർഷമായി അനീഷ് ഹൈഡ്രോ പവർ ഇലക്ട്രിക്കൽ കോർപ്പറേഷന്റെ സീനിയർ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹരിയാനയിലായിരുന്നു 11 വർഷം. 2011 മുതൽ ഹരിയാനയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. 7 മാസം മുൻപാണ് സിക്കിമിലേക്ക് ജോലി മാറ്റം ലഭിച്ചത്. അനീഷിന്റെ കുടുംബം ഉൾപ്പെടെ ഭാര്യയും മകളും ഉൾപ്പെടെ ഹരിയാനയിൽ അനീഷിനൊപ്പമായിരുന്നു. പിന്നീട് സിക്കിമിലേക്ക് ജോലി മാറ്റം ഉണ്ടായപ്പോഴാണ് കുടുംബം നാട്ടിലേക്ക് താമസം മാറ്റുകയും അനീഷ് ഒറ്റയ്ക്ക് സിക്കിമിൽ ജോലി ചെയ്തു വരികയും ചെയ്തത്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നതും അപകടത്തിൽ ഇപ്പോൾ മരണം സംഭവിച്ചു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്ത ഇപ്പോൾ നാട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അനീഷിന്റെ സഹോദരൻ, അനീഷിന്റെ ഭാര്യയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ തന്നെ സിക്കിമിലേക്ക് എത്തിച്ചിരുന്നു. അവർ സിക്കിമിൽ ഉണ്ട്. ഇപ്പോൾ മൃതദേഹം മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. കോട്ടയം പാമ്പാടി സ്വദേശിയാണ് വിനോദ്. യെസ്, വ്യക്തമാണ്. കോട്ടയം പാമ്പാടി സ്വദേശിയായ അനീഷ് നാഷണൽ NHPCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് സിക്കിമിലുണ്ടായ തുരങ്ക അപകടത്തിൽ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അടുത്ത ദിവസം മൃതദേഹം നാട്ടിലേക്ക്, പാമ്പാടിയിലെ വസതിയിലേക്ക് എത്തിക്കും, സംസ്കാരത്തിനായി എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി നൽകുന്നത്.